ഫോട്ടോഷോപ്പിലെ അടുത്ത ചില ടൂൾസിനെ നമുക്ക് പരിചയപ്പെടാം. അതിനായി ഞാനിവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ഓപ്പൺ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നതായി കാണാം. ആദ്യമേ നമ്മൾക്ക് ഇവിടെ സ്മഡ്ജ് ആൻഡ് ഷാർപ്പൻ ടൂൾസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. സ്മഡ്ജ് ആൻഡ് ഷാർപ്പൻ ടൂൾസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സ്മഡ്ജ് അല്ലെങ്കിൽ ഷാർപ്പൻ ടൂൾസ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സ്മഡ്ജ് എന്ന ടൂള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ലഭിച്ചതായി കാണാം. ഇതിൻ്റെ സ്കെയിലിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രഷിൻ്റെ സൈസ് വിഡ്ത്ത് ഇപ്പോൾ ഉള്ളത് മൗസ് കർസറിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം സൈസ് എന്ന ഈ ഓപ്ഷൻ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബ്രഷിൻ്റെ ഹാർഡ്നെസ്സും ഇവിടെ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്രഷിൻ്റെ ഷേപ്പ്, അതായത് സ്മഡ്ജ് എന്ന ഈ ടൂളിൻ്റെ ബ്രഷ് ഷേപ്പ് നമുക്ക് ഇവിടെ നിന്നും ആവശ്യമുള്ള ബ്രഷ് ഷേപ്പിലേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനെ നമ്മൾ വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ബ്രഷിനനുസൃതമായി ഇവിടെ കർസർ മാറുന്നതും ബ്രഷ് അതേ സ്റ്റൈലിൽ മാറുന്നതുമായി നമുക്ക് കാണാം. സ്മഡ്ജ് എന്ന ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോയിൽ ഇതേ രീതിയിലുള്ള ചേഞ്ചുകൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ഫോട്ടോ നമുക്ക് സ്മഡ്ജ് ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ സൈസിനനുസൃതം അല്ലെങ്കിൽ നമുക്ക് സൈസ് കുറയ്ക്കുന്നതിനനുസൃതമായി സ്മഡ്ജിൻ്റെ സൈസും ഇവിടെ കുറയുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഷാർപ്പൻ ടൂൾസ്. ഒരു ഫോട്ടോയുടെ ഒരു സെക്ഷൻ നമുക്ക് ഷാർപ്പൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഷാർപ്പൻ എന്ന ഈ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഓപ്ഷൻ നമ്മൾ സ്മഡ്ജ് ടൂളിൽ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇവിടെ നിന്നും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതും, അതേപോലെ തന്നെ എൻ്റെ ഹാർഡ്നെസ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബ്രഷ് സൈസും ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഫോട്ടോയുടെ ഷാർപ്നെസ് നമ്മൾക്ക് ഇതേ രീതിയിൽ കൂട്ടുവാൻ സാധിക്കുന്നതാണ്. ബ്ലർ ടൂൾ എന്ന ഈ ഓപ്ഷൻ്റെ സഹായത്തോടുകൂടി ബ്ലർ എഫക്റ്റ് നമ്മൾക്ക് ഒരു പിക്ചറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് സ്മഡ്ജ് ടൂളിൻ്റെ അതേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇവിടെ ബ്ലർ എന്ന ഈ എഫക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ എഫക്റ്റ് ആ ക്ലിക്ക് ചെയ്യുന്ന പോർഷനിൽ ലഭിച്ചതായി കാണാം. ചിത്രത്തിൽ വരുത്തിയ ചേഞ്ചസുകൾ വീണ്ടും തിരികെ കൊണ്ടുവരണമെങ്കിൽ Ctrl+Alt+Z എന്ന ഈ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഹിസ്റ്ററി, അതായത് നമ്മൾ നേരത്തെ ചെയ്ത ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് പ്രീവിയസ് ഫോർമാറ്റിലേക്ക് ചിത്രത്തെ വീണ്ടും കൊണ്ടെത്തിക്കുന്നതാണ്. അടുത്തതായി ഗ്രേഡിയൻറ്റ് ആൻഡ് പെയിൻറ്റ് ബക്കറ്റ് ടൂൾസിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസിൽ അല്ലെങ്കിൽ ഒരു വർക്കിലേക്ക് ഒരു ഗ്രേഡിയൻറ്റ് എഫക്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ഗ്രേഡിയൻറ്റ് എഫക്റ്റ് നമ്മൾക്കൊരു ഡോക്യുമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാൻ ഇവിടെ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. അതിനെ ഫയൽ എന്ന സെക്ഷനിൽ നിന്ന് ന്യൂ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പുതിയൊരു വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് സ്പേസിന് ഒരു നെയിം വേണമെങ്കിൽ ഇവിടെ നെയിം എന്ന ഈ ഓപ്ഷൻ നൽകാം. പ്രീസെറ്റ് എന്ന ഈ ഓപ്ഷൻ നിന്നും നമ്മൾക്കുള്ള അല്ലെങ്കിൽ നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫോർമാറ്റുകൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ വിഡ്ത്ത് സൈസുകൾ, പേപ്പറിൻ്റെ വിഡ്ത്ത് സൈസ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ US പേപ്പർ എന്ന ഈ ഫോർമാറ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ US പേപ്പർ സൈസിലുള്ള അല്ലെങ്കിൽ കസ്റ്റം സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ള സൈസുകൾ ഇവിടെ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ലെറ്റർ, ലീഗൽ, ടാബ്ലോയിഡ് തുടങ്ങിയ ഓപ്ഷനുകൾ ഇവിടെ നിന്ന് ലഭിക്കും. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും സെറ്റ് ചെയ്യാം. അതല്ല വെബ് ഫോർമാറ്റിലാണ് വേണമെങ്കിൽ വെബ് എന്ന ഈ ഓപ്ഷൻ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇവിടെ US ഫോർമാറ്റ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് എൻ്റെ ലീഗൽ ഫോർമാറ്റ് എന്ന ഈ ഫോർമാറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയൊരു വർക്ക് സ്പേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടൻസ് ഇവിടെ നിന്നും നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ വൈറ്റ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പുതിയൊരു വർക്ക് സ്പേസ് നമ്മൾക്ക് ഇവിടെ വന്നതായി കാണാം. എന്നാൽ ഈ വർക്ക് സ്പേസിലേക്ക് ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ടായി കൊണ്ടുവരണമെങ്കിൽ ഇവിടെ കാണുന്ന ഗ്രേഡിയൻറ്റ് ടൂൾ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഏത് ഗ്രേഡിയൻ്റ് ആണോ നമ്മൾക്കിവിടെ നൽകേണ്ടുന്നത് ആ ഗ്രേഡിയൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ ഗ്രേഡിയൻറ്റ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ മേളിൽ ഓപ്ഷൻ ബാറിൽ ഡിസ്പ്ലേ ചെയ്ത് തന്നിരിക്കുന്നത്.
ഇതിൽ ഏത് ഗ്രേഡിയൻ്റ് ആണോ അല്ലെങ്കിൽ ഒട്ടനവധി ഗ്രേഡിയൻറ്റുകൾ ഇതിലുണ്ട്, അതിൽ ഏത് ഗ്രേഡിയൻ്റ് ആണോ നമ്മൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതിനായി ഈ കാണുന്ന ക്ലിക്ക് ടു ഓപ്പൺ ഗ്രേഡിയൻ്റ് എന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഗ്രേഡിയൻ്റ് നൽകുന്നത് നമുക്ക് നോക്കാം. ഉദാഹരണമായി ഈ കാണുന്ന ഗ്രേഡിയൻ്റ് ആണ് നമ്മൾക്ക് നൽകേണ്ടതെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഗ്രേഡിയൻ്റ് ഇവിടെ വന്നതായി കാണാം. ഇനി തിരികെ നമ്മുടെ വർക്ക് സ്പേസിലേക്ക് വരിക. വർക്ക് സ്പേസിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം എങ്ങനെയാണോ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യേണ്ടത് അതേ രീതിയിൽ മൗസിനെ ഡ്രാഗ് ചെയ്യുക. ഉദാഹരണമായി ഇവിടെ ഇതിൻ്റെ കോൺ ടു കോണിലേക്ക് ഇതേ രീതിയിൽ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് ഇതേ രീതിയിൽ ഫില്ല് ചെയ്യുന്നതായി കാണാം. എന്നാൽ ഹൊറിസോണ്ടലായിട്ടാണ് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഫില്ല് ചെയ്യുന്നതായി കാണാം. ഇനി നമ്മൾ എങ്ങോട്ടാണോ ഡ്രാഗ് ചെയ്യുന്നത് അതേ രീതിയിൽ ഗ്രേഡിയൻ്റ് ഫില്ല് ചെയ്യുന്നതായി കാണാം. ഇനി ഈ ഗ്രേഡിയൻറ്റിനെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിലുള്ള ഈ ഒരു സ്റ്റൈലിനേക്കാൾ കൂടുതൽ ഗ്രേഡിയൻ്റ് നമ്മൾക്ക് ഇതിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒട്ടനവധി ഗ്രേഡിയൻറ്റ് സ്റ്റൈലുകൾ വന്നിരിക്കുന്നതായി കാണാം. ഇവിടെ മെറ്റൽസ് എന്ന എഫക്റ്റുകൾ കൂടി കൊണ്ടുവരണമെങ്കിൽ ഇവിടെ കാണുന്ന മെറ്റൽസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഗ്രേഡിയൻറ്റ് ബോക്സിൽ ഉള്ള ഗ്രേഡിയൻസിനെ മാറ്റിയിട്ട് പുതിയ ഗ്രേഡിയൻസിനെ കൊണ്ടുവരണോ അതോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുവന്നാൽ മതിയോ, അതായത് ഇത്രയുള്ള ഗ്രേഡിയൻസ് കൂട്ടത്തിൽ താഴേക്ക് വീണ്ടും അപ്പൻഡ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന ഡയലോഗ് ബോക്സാണ് സ്ക്രീനിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ അപ്പൻഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നെങ്കിൽ വീണ്ടും അഡീഷണലായി ഗ്രേഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തതായി കാണാം, അതായത് മെറ്റൽ എഫക്റ്റ് ആഡ് ചെയ്തതായി കാണാം. ഈ ഗ്രേഡിയൻറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മൾ എത്ര ദൂരമാണോ മൗസ് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നത് അത്രയും വൈഡായിട്ടായിരിക്കും ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ദൂരം മാത്രമേ ഞാൻ ഡ്രാഗ് ചെയ്യുന്നുള്ളെങ്കിൽ ഇതേ ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഗ്രേഡിയൻ്റ് ലഭിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുന്ന ഗ്രേഡിയൻറ്റിന് വേണ്ടി നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന ഏരിയ അനുസൃതമായിട്ടായിരിക്കും ഗ്രേഡിയൻറ്റ് ഫില്ല് ചെയ്യുന്നത്. ഇതേ രീതിയിൽ മറ്റ് ഒട്ടനവധി ഗ്രേഡിയൻറ്റുകൾ, അതായത് ഇവിടെ നമ്മൾ നേരത്തെ തന്നെ ഫോട്ടോഷോപ്പിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഗ്രേഡിയൻറ്റുകൾ ഇതേ രീതിയിൽ അപ്പൻഡ് ചെയ്ത് നമ്മൾക്ക് ഈ ഒരു വർക്കിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമ്മൾക്ക് തന്നെ ഒരു ഗ്രേഡിയൻറ്റ് ഡിഫൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഗ്രേഡിയൻറ്റ് നമ്മൾക്ക് തന്നെ ഡിഫൈൻ ചെയ്തെടുക്കണമെങ്കിൽ, അതായത് നമ്മൾ ഇപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ ഒരു കളറിനെ മാറ്റി നമ്മുടേതായിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റ് ഡിഫൈൻ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ ഗ്രേഡിയൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഗ്രേഡിയൻറ്റ് ബട്ടൻ്റെ നമ്മൾക്ക് ആവശ്യമുള്ള ഗ്രേഡിയൻറ്റ് ഇവിടെ സെലക്ട് ചെയ്ത ശേഷം ഗ്രേഡിയൻറ്റ് ബട്ടൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഉദാഹരണമായി സെൻട്രൽ ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്രേഡിയൻറ്റ് എഡിറ്റർ എന്ന ഡയലോഗ് ബോക്സ് സ്ക്രീനിലേക്ക് വരും. ഇവിടെ 2 കളറാണ് ഗ്രേഡിയൻറ്റ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കുള്ള ഗ്രേഡിയൻസ് എല്ലാം ഇവിടെ ഒരു പ്രസൻസ് എന്ന ഈ ഡയലോഗ് ബോക്സിൽ ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. പ്രസൻസ് എന്ന ഈ സെക്ഷനില്ലാതെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടണിൽ കളർ സ്റ്റോപ്പ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. സ്റ്റോപ്പ് കളർ സെലക്ട് ചെയ്യുമ്പോൾ, അതായത് ഈ ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കളർ എന്ന ഒരു ഓപ്ഷൻ വന്നതായി കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള മറ്റൊരു കളർ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ റെഡ് എന്ന ഈ കളർ സെലക്ട് ചെയ്തു, ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി സ്റ്റാർട്ട് കളർ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് മറ്റൊരു കളറിനെ നമ്മൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഒന്നുകിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതായത് ഈ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണുന്ന ഈ കളർ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഗ്രീൻ കളർ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതൊരു ഗ്രേഡിയൻറ്റ് ഡിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഗ്രേഡിയൻറ്റ് ടൈപ്പ് നമ്മൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നോയ്സി സ്റ്റൈൽ വേണോ, ഇതണക്കുള്ള സ്റ്റൈലുകൾ ഇവിടെ സെലക്ട് ചെയ്യാം. നോയ്സി സ്റ്റൈലിൻ്റെ മോഡ് നമ്മൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഗ്രേഡിയൻറ്റ് ഇവിടെ വരുന്നതായും ഇനി ഇത് നമ്മൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഇതേ രീതിയിൽ അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾക്ക് ഒരു ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു ഗ്രേഡിയൻറ്റ് ഫിൽ ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.